ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോവിൻ. അപ്പോഴാ 9ാം ക്ലാസ്സിലെ മുത്തണികളെ, നമുക്ക് പഠിക്കാൻ ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. നമുക്കറിയാം, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഉഗ്രൻ ചാപ്റ്റർ ഉണ്ട്, ജോലിയെക്കുറിച്ച് അല്ലേ, തൊഴിലിനെ കുറിച്ച്. നമ്മുടെ KP കേശവമേനോൻ മലയാള സാഹിത്യത്തിൽ തൻ്റെതായ രചനകൾ കൊണ്ട് മലയാള സാഹിത്യത്തിൽ മുദ്ര പതിപ്പിച്ച ഒരു എഴുത്തുകാരനാണ് ആര് മക്കളെ? KP കേശവമേനോൻ. ഇപ്പോൾ KP കേശവമേനോൻ എഴുതിയ ജോലിയെക്കുറിച്ച്, എൻ്റെയും നിങ്ങളുടെയും തൊഴിലിനെക്കുറിച്ച് വ്യക്തമായി അടയാളപ്പെടുത്തിയ മനോഹരമായ ചാപ്റ്ററാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും. മക്കളെ, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ജോലിക്ക് വേണ്ടിയല്ലേ? പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു പറഞ്ഞാൽ ഞാൻ പറപ്പിക്കും. ഞാൻ പഠിക്കാൻ വേണ്ടിയാണോ നമ്മൾ പഠിക്കുന്നത്? ഈ ഡോക്ടറാകാൻ പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണോ? ഈ വക്കീലാകാൻ പഠിക്കുന്നില്ല, LLB പഠിക്കാൻ വേണ്ടിയാണോ? ഈ ടീച്ചറൊക്കെ ആവാൻ BEdും TTC ഒക്കെ പഠിക്കാൻ വേണ്ടിയാണോ? അല്ല. നമ്മൾ വിചാരിച്ച ലക്ഷ്യസ്ഥാനത്തെത്താൻ, നമ്മൾ സ്വപ്നം കണ്ട ജോലി നേടിയെടുക്കാൻ അല്ലടാ. ഇപ്പം തൊഴിലിന് വേണ്ടി, ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പഠനത്തോടൊപ്പം നല്ല സ്വഭാവ രൂപീകരണവും മൂല്യബോധങ്ങളും നല്ല ഹ്യൂമൻ കൈൻഡൊക്കെ നമ്മൾ പഠിച്ചു വരുന്നു മാത്രം. അൾട്ടിമേറ്റ് നമ്മളെല്ലാവരും പഠിക്കുന്നതും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും നല്ല തൊഴിലിന് വേണ്ടിയാണല്ലേ, ജോലിക്ക് വേണ്ടിയാണ്. അപ്പോൾ KP കേശവമേനോൻ തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ തൊഴിലിൻ്റെ മഹാത്മ്യം, ആ ഒരു ബോധം എന്നിവയെല്ലാം വ്യക്തമാക്കുന്ന KP കേശവമേനോൻ്റെ ലളിതവും സുന്ദരവുമായ ഒരു ലേഖനമാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും അല്ലേ. ഏതു ജീവിത ചക്രത്തിലേറി നാം വേഗമെത്തുവാൻ ഓടിക്കിതയ്ക്കുന്നു. ഏതു ജീവിത ചക്രത്തിലേറി നാം, ചക്രം അറിയാം നമുക്ക്, വണ്ടിയുടെ ചക്രം മുന്നോട്ടേക്കും പിറകോട്ടും പോകും അല്ലേ. ഇപ്പം ജീവിതമാകുന്ന ചക്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മരണത്തിലാണ് നമ്മുടെ ജീവിതചക്രം, നമ്മുടെ ജീവിതത്തിൻ്റെ വണ്ടി, വാഹനം അതിൻ്റെ ഓട്ടം പൂർത്തിയാക്കുക. വേഗമെത്തുവാൻ ഓടിക്കിതയ്ക്കുന്നു. നമ്മളെല്ലാവരും ജീവിക്കുവാനല്ല, ജീവിതം ജീവിച്ചു തീർക്കുവാൻ വേണ്ടി ഓടിക്കിതയ്ക്കുന്നവരാണ്. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പാഠഭാഗത്തിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന KP കേശവമേനോൻ്റെ ലേഖനത്തിൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യണം, ആ ജോലിയെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ജോലി നമ്മളെയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന സുന്ദരവും ലളിതവുമായ ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലടാ? ഓക്കെ. ഇപ്പം എന്താണ് തുടക്കം? എങ്ങനെയാണ് നമുക്കറിയാം. ഇതിന് തുടക്കം ഒരാൾ ചിത്രം വരയ്ക്കുന്ന ഒരു പിക്ചറാണ് കാണാൻ സാധിക്കുക. ഒരാൾ ഇന്ന് ചിത്രമൊക്കെ വരയ്ക്കുന്ന ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുകയാണ്. എന്തൊക്കെ ജോലിയുണ്ട്? ഡോക്ടറുണ്ട്, വക്കീലന്മാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, കൃഷിക്കാരുണ്ട്, പട്ടാളക്കാരുണ്ട്, പോലീസുകാരുണ്ട്, IT ജോലിക്കാരുണ്ട്, ബാക്കി തൊഴിലുകൾ ചെയ്യുന്ന എല്ലാവരുമുണ്ട്. പക്ഷേ എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു കളക്ടറെ ജോലിക്ക് അതിൻ്റെ മഹത്വമുണ്ട്, ഒരു കൃഷിക്കാരൻ്റെ ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട് അല്ലേ. ഒരു ചുമട്ട് തൊഴിലാളിയുടെ, ഒരു ഓട്ടോ പണിക്കാരൻ്റെ ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട്. എൻ്റെ അപ്പന് ഓട്ടോ തൊഴിലാളിയാണ്, എൻ്റെ അപ്പൻ ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോ ഓടിക്കുന്ന പണിയാണ്. എൻ്റെ അപ്പൻ്റെ മകൻ ഞാൻ ഒരു ടീച്ചറാണ് അല്ലേ. ഞാൻ ടീച്ചറായതുകൊണ്ട് എൻ്റെ ജോലി ഓട്ടോറിക്ഷ പണിയേക്കാൾ മുകളിലുള്ള ജോലിയാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെയല്ല, ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. എൻ്റെ അപ്പൻ ഓട്ടോ തൊഴിലാളിയാണ്, അതിന് ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ടീച്ചറാണ്, ഞാൻ അഭിമാനിക്കുന്നു അല്ലേ. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ജോലിയിലും അഭിമാനിക്കുക. നിങ്ങൾ വലുതാകുമ്പോൾ ആരാകണം എന്ന ലക്ഷ്യത്തിലെ ജോലിക്ക് വേണ്ടിയും അഭിമാനിക്കുക, പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ, ആ തൊഴിലിടം, ആ ജോലി എങ്ങനെയുള്ളതാകണമെന്നൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന മനോഹരമായ ലേഖനമാണ് KP കേശവമേനോൻ്റെ നിങ്ങളും നിങ്ങളുടെ ജോലിയും. അപ്പോൾ തുടങ്ങിയാലോ? തുടങ്ങാം. അധിക പേരും ജോലി ചെയ്യുന്നത് അതിനുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവന മാർഗത്തിന് അത് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ് അല്ലേ. അത് ശരിയാണ്. ഒരു 100% ആൾക്കാരിൽ 70% ആൾക്കാരും പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരാണ്, ഇഷ്ടമുണ്ടായിട്ട് ജോലി ചെയ്യുന്നവരല്ല. ഈ ജോലി ചെയ്താൽ മാത്രമേ പണം കിട്ടൂ എന്നതുകൊണ്ട് ആ ജോലി ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ആ ജോലി ചെയ്ത് കടന്നു പോകുന്നവരാണ്. അവരെക്കുറിച്ചാണ് ആദ്യ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് പറയുന്നത് എന്താണ്? അധിക പേരും ജോലി ചെയ്യുന്നത് അതിനുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവന മാർഗത്തിന്, അതായത് പണം കിട്ടാൻ, ജീവിക്കാനുള്ള മാർഗത്തിന് അത് കൂടിയേ കഴിയൂ, ആ ജോലി കൂടിയേ കഴിയൂ എന്നാണ് പറയുന്നത്. ഉപജീവനത്തിന് പണമില്ലാതെ കഴിയില്ല അല്ലേ. ഉപജീവനം വെച്ചെന്താണ്? നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ. സമൂഹം നമുക്ക് ജീവിക്കണ്ടേ, നല്ല വസ്ത്രങ്ങൾ വാങ്ങണ്ടേ,
നല്ല ഭക്ഷണം കഴിക്കണ്ടേ? ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാൻ പൈസ വേണ്ടേ? യാത്രകൾ ചെയ്യാൻ പണം വേണ്ടേ? നമ്മൾ ആസ്വദിക്കാൻ, ടൂറൊക്കെ പോകാൻ, എൻജോയ് ചെയ്യാൻ പണം വേണ്ടേ? ഇതൊക്കെ ഉൾക്കൊള്ളുന്നതിൻ്റെ പറയുന്ന പേരാണ് ഉപജീവനം. നമ്മുടെ ജീവിതത്തിൻ്റെ ജീവനം, നമ്മൾ ജീവിക്കേണ്ടുന്ന ചുറ്റുപാട്, ഇതാണ് ഉപജീവനം. അപ്പോൾ ഉപജീവന മാർഗത്തിന്, ഭൂമിയിൽ ജീവിക്കുന്നതിന് തൊഴിൽ വേണം, പണം വേണം എന്ന് പറയുന്നു. എന്നാൽ പണത്തിനു വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്ന വിചാരം ശരിയല്ല മക്കളെ. എഴുത്തുകാരൻ പറയുന്ന പ്രധാന പോയിന്റ് എന്താണ്? എന്നാൽ പണത്തിനു വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്ന വിചാരം ശരിയല്ല. പണം കിട്ടിയാൽ മാത്രമേ ഞാൻ ജോലി ചെയ്യൂ എന്ന ഒരു മനോഭാവം ശരിയല്ല എന്ന് എഴുത്തുകാരൻ പറയുന്നു. നമുക്ക് എന്തൊക്കെ ജോലിയുണ്ട്? ആ ജോലിയൊക്കെ പണത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? സ്വാർത്ഥരാകുന്നു. നമ്മുടെ ജീവിതം മുരടിച്ചു പോകുന്നു, ബോറടിക്കും. പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യാതെ ആ ജോലി ഇഷ്ടത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, പാഷനോടുകൂടി അല്ലേ, അതിനോടുള്ളൊരു താല്പര്യത്തോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ സാധിച്ചാൽ അതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, ഭാഗ്യം എന്ന് പറയുന്നത്. പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കത് ബോറടിക്കൂടാ, മടുത്തു പോകും മക്കളെ. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളൊരു പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ 9 കഴിഞ്ഞ് 10 കഴിഞ്ഞ് +1 +2 കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ഒരു ജോലി വാങ്ങും. ആ ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ജോലി നിങ്ങളെയും ആഗ്രഹിക്കണം. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചോ. ആ ജോലി ഇഷ്ടത്തോടു കൂടി ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യരുത്. പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യാതെ ആഗ്രഹത്തോടു കൂടി ജോലി ചെയ്യണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അത്തരം മനോഭാവം വെച്ചു പുലർത്താൻ പാടില്ല അല്ലേ. പണത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്നൊരു മനോഭാവം എൻ്റെ മക്കൾ വെച്ചു പുലർത്താൻ പാടില്ല എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് മനുഷ്യരുടെ നിലയിൽ നമ്മുടെ പ്രധാന ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് തുല്യമായിരിക്കാം അല്ലേ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ പ്രധാന ബാധ്യത സ്നേഹം, സഹിഷ്ണുത, നന്മ, സഹോദര്യം, സഹായ മനസ്കത, സമാധാനം തുടങ്ങിയ വികാരങ്ങളിൽ നിന്നും നമ്മൾ തെന്നി മാറും. എങ്ങനെ? ആ ജോലി ഇഷ്ടത്തോടെ ചെയ്തില്ലെങ്കിൽ വെറുത്തു പോകൂടാ. അയ്യോ രാവിലെ എണീക്കണം, പണിക്ക് പോകണം, അയ്യോ എന്തൊരു പണിയാണ് എന്ന് ചിന്തിക്കും നമ്മൾ. നമുക്കൊരു ജോലി ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കാം. എന്ത് സന്തോഷമായിരിക്കും. രാവിലെ എണീക്കുന്നു, ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നു, ബൈക്ക് എടുക്കുന്നു, കാർ എടുക്കുന്നു, ജോലിക്ക് പോകുന്നു, അവിടെ ഹാപ്പി വൈബ് പൊളി മൂഡിൽ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെ തിരികെ വരുന്നു, മാസാവസാനം ശമ്പളം വാങ്ങുന്നു, ലൈഫ് അടിച്ച് പൊളിക്കുന്നു, ജീകാലാല. ഇനി നമ്മൾ ആ ജോലി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ നാളെ തിങ്കളാഴ്ച രാവിലെ പോകണമല്ലോ, പണിക്ക് പോകണം, മാനേജറെ ചീത്ത വാങ്ങണം, അല്ലെങ്കിൽ എന്തൊക്കെ പണി ചെയ്യണം, മടുത്ത്. അങ്ങനെ നമ്മൾ ജീവിതം തള്ളി നിൽക്കും, ഒരു സന്തോഷം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എഴുത്തുകാരൻ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ ഇഷ്ടമുള്ളവരായി, താല്പര്യമുള്ളവരായി തീരണം. പണത്തിന് വേണ്ടി അല്ലാതെ ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആ ജോലി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ആ ജോലിയിൽ ഒരുപാട് സമാധാനം കണ്ടെത്താൻ കഴിയുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത് ഈ ലേഖനത്തിൻ്റെ തുടക്ക ഭാഗത്ത്. അധ്വാനിക്കാൻ തയ്യാറില്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല അല്ലെ. എഴുത്തുകാരൻ പറയാണ്, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല. അവനവൻ്റെ അധ്വാനം കൊണ്ട്, അവനവൻ്റെ വിയർപ്പ് കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അവനവൻ എന്ത് ചെയ്യണം മക്കളെ? അധ്വാനിച്ചുകൊണ്ട് പണം നേടണം. അധ്വാനിച്ചുകൊണ്ട് അവൻ്റെ വിയർപ്പിൻ്റെ ഉപ്പ് രസം പറ്റിക്കൊണ്ട് അധ്വാനിച്ചു വേണം മുന്നോട്ട് പോകാൻ. അധ്വാനത്തിൻ്റെ മഹത്വമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വില. അപ്പം അധ്വാനിച്ചു കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ ആഹാരം കഴിക്കണം. ഒന്നുകൂടി നോക്കുക, അധ്വാനിക്കാൻ തയ്യാറില്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല. സമയം ഉപയോഗപ്പെടുത്താനുള്ള ഒരു വെറും മാർഗമായും ജോലിയെ കരുതി കൂടാത്തതാണ് അല്ലേ. സമയം വെറുതെ കളയാൻ വേണ്ടി ജോലി ചെയ്യരുത്. ചില ആൾക്കാരുണ്ട് ജന്മനാ പണക്കാരായിരിക്കും. അവരുടെ അച്ഛൻ പണക്കാരനായിരിക്കും, അമ്മ പണക്കാരിയായിരിക്കും, അച്ഛൻ്റെ അച്ഛൻ പണക്കാരനായിരിക്കും, അമ്മേൻ്റെ അച്ഛനും പണക്കാരനായിരിക്കും, അവരുടെ തലമുറ മൊത്തം പണക്കാരായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇവർ ജോലിക്ക് പോയാലും വെറുതെ റീലും നോക്കി ഫോണും നോക്കി വെറുതെ സമയം കളയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. സമയം കളയാൻ വേണ്ടി മാത്രം ജോലിക്ക് പോകുന്നവർ, അവർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും. അത്തരത്തിലുള്ള ആൾക്കാരോട് കൂടിയാണ് എഴുത്തുകാരൻ പറയുന്നത്, വെറുതെ സമയം കളയാനും കൂടി ജോലിക്ക് പോകരുത്. ആ ജോലി നിങ്ങളുടെ ഭാഗമായി തീരണം. നിങ്ങൾ ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യണം. പ്രത്യേകിച്ച് സർക്കാർ ഓഫീസ് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പം ചില ജോലിക്കാർ ഭയങ്കര സ്നേഹത്തിന് പെരുമാറും അല്ലേ. നമ്മൾ പോയപാട് ഇരിക്കണം എന്ന് പറയും, നമ്മുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, നമ്മുടെ ഓരോ ആവശ്യങ്ങൾ അവർ ആ സ്പോട്ടിൽ എന്ത് ചെയ്യും റെഡിയാക്കി തരും. ചില ഓഫീസർമാർ എന്താ വന്നേ, ഇരിക്കും, നാളെ വാ, നാളെ വന്നിട്ട് പറയുന്നത് എപ്പം വരണം എന്നല്ലേ തമാശക്ക് പറയും. നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വാ,
അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് പറയാം ഇനി എപ്പോൾ വരണമെന്ന്. അങ്ങനത്തെ ജോലിക്കാരുണ്ട്. ഇപ്പം ജോലി ചെയ്യുന്നവർ രണ്ട് കണത്തിലാണ്. ഒന്ന് ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുന്നവരും പിന്നെന്താണ് സമയം പോകാൻ വേണ്ടി ഒരു താല്പര്യമില്ലാണ്ട് ജോലി ചെയ്യുന്നവരും. നമ്മൾ ഏത് കണത്തിൽ വരണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്? സമയം പോകാൻ വേണ്ടി ജോലി ചെയ്യരുത്. ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി നമ്മുടെ ജോലി മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി മാറി ആ ജോലി ചെയ്യാനാണ് എഴുത്തുകാരൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുകയാണ്. അല്ല മക്കളെ, ജോലി ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്നു. ഇവിടെ ജോബിൻ ജോയ് എന്ന ഞാൻ ഇവിടെ ടീച്ചിങ് മെത്തേഡിലൂടെ അധ്യാപനത്തിലൂടെ ഓരോ ദിവസവും ഇഷ്ടപ്പെട്ട് കടന്നു പോകുമ്പോൾ ഞാൻ എന്നെ തന്നെയല്ലടാ വളർത്തുന്നേ, എൻ്റെ കഴിവുകളെ ഞാൻ വളർത്തുന്നില്ലേ? എനിക്കിഷ്ടമാണ് ജോലി ചെയ്യാൻ. ഏത് ജോലി? അധ്യാപനം എന്ന ജോലി. ഞാൻ അതീവ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോഴും എനിക്കെൻ്റെ കഴിവിനെ വികസിപ്പിക്കാൻ സാധിക്കുന്നു. അതേപോലെ നമ്മൾ ഏത് ജോലി ചെയ്താലും അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ആ മേഖലയിൽ നമുക്ക് ശോഭിക്കാൻ കഴിയും, സ്റ്റാർ ആകാൻ പറ്റും എന്നാണ് പറയുന്നത്. നോക്ക് ജോലി ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപ്രഭാവത്തിന് മാറ്റും അന്തസ്സും അത് കൂട്ടുകയും ചെയ്യുന്നു. വ്യക്തി എന്ന നിലയിൽ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നു മക്കളെ? ആത്മാഭിമാനം, നമ്മുടെ കഴിവുകൾ വർദ്ധിക്കുന്നു. ആൾക്കാരുടെ മുന്നിൽ നമുക്ക് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. ജോലി ചെയ്യുന്നത് കൊണ്ട് 3 കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയും. എഴുത്തുകാരൻ പറയുകയാണ് എന്ത്? ജോലി ചെയ്യുന്നത് കൊണ്ട് 3 കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ കഴിയും. എന്താണ് മക്കളെ ജോലി ചെയ്യുന്നത് കൊണ്ട് സാധിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ? പറയാം. എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നു. എന്താണ് മക്കളെ? എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നു. സംതൃപ്തി ഉണ്ടാകുന്നു. എനിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തി ജോലി ചെയ്യുമ്പോൾ. ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച് തൻ്റെ രാജ്യം കാക്കുമ്പോൾ തൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന തീവ്രവാദികളെ ടിഷ്യം എന്ന് പൊട്ടിച്ച് കൊല്ലുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്ത് വരുന്നു? ഞാൻ പട്ടാളക്കാരനായതുകൊണ്ട് എനിക്കെൻ്റെ രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന തീവ്രവാദികളെ ഞാൻ വെടിവെച്ചിട്ടില്ലേ, ആ സമാധാനം വരുമല്ലോ, ചാരിതാർത്ഥ സന്തോഷം വരും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന മക്കളെ പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർ നന്നായി എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവം നല്ല സ്വഭാവമായി മാറുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കൊരു ചാരിതാർത്ഥ്യം വരും, സന്തോഷം വരും. ഞാൻ പഠിപ്പിച്ച മക്കൾ മിടുക്കരായി മാറിയില്ലേ. ഒരു ഡോക്ടർ തൻ്റെ ചികിത്സിക്കുന്ന രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി അടിപൊളിയാക്കി തിരിച്ചയക്കുമ്പോൾ ആ ഡോക്ടറുടെ മനസ്സിലും വരും എന്ത്? ഹായ്, ഞാൻ മനോഹരമായി ആ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി, ചാരിതാർത്ഥ്യം വരും. അപ്പോൾ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു, ആ ജോലിയിൽ കിട്ടുന്ന സംതൃപ്തിയാണ് ഇവിടെ ഒന്നാമത്തെ നേട്ടമായി അടയാളപ്പെടുത്തുന്നത്. രണ്ടാമത്തെയോ, സമുദായത്തിന് നാം അതുവഴി ഉപയോഗപ്രദമായി തീരുന്നുവെന്ന ബോധവും നമ്മിലത് ഉണ്ടാക്കും. നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യുന്നു, നമ്മുടെ ജോലി വഴി സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ബോധവും നമുക്ക് നമ്മുടെ തൊഴിൽ വഴി സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിന് പുറമെ നിർമ്മാണാത്മകമായ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും ജോലി നൽകുന്നു. നിർമ്മാണാത്മകമായ നമ്മുടെ കഴിവുകൾ പ്രൊഡക്റ്റീവായി മാറാൻ സാധിക്കുന്നു. അവസാനത്തെ നേട്ടമാണ് നമ്മുടെ കഴിവുകൾ വഴി നിർമ്മാണാത്മകമായ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമടാ. ഞാനൊരു അധ്യാപകനാണെങ്കിൽ എനിക്ക് പാട്ട് പാടാൻ കഴിയും, വർത്തമാനം പറയാൻ കഴിയും, തമാശകൾ ചളികേട് പറയാൻ കഴിയും, പിന്നെന്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും, അവരെ ഉപദേശിക്കാൻ കഴിയും, അവർക്ക് നേരായ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിയും, അവരോട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ കഴിയും അല്ലേ? അതൊരു എൻ്റെ ഒരു ക്വാളിറ്റി അല്ലേ? അത് ഓരോ ആൾക്കാരുടെ ക്വാളിറ്റി അല്ലേ? ഒരു പട്ടാളക്കാരനെ പോലീസുകാരെ സംബന്ധിച്ചിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും ആൾക്കാരെ സേവിക്കാൻ കഴിയുന്നു. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ രോഗങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്നു. തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള മാധ്യമം കൂടിയാണ് ഇത് തൊഴിലെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ 3 പോയിന്റ് എന്താണ് എഴുത്തുകാരൻ പറഞ്ഞത് മക്കളെ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഏതൊക്കെയാണ് 3 പോയിന്റ് എന്ന് പറയുന്നത്? എനിക്ക് ഇന്നത് നേടാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം. ഈ ജോലി ചെയ്യുന്നതിലൂടെ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷമാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയോ, ഈ ജോലിയിലൂടെ ഞാൻ സമൂഹത്തിന് നന്മ ചെയ്യുന്നു, ഉപകാരം ചെയ്യുന്നു എന്ന ബോധ്യം
മൂന്നാമത്തെയോ നമ്മുടെ കഴിവുകൾ പ്രകടമാക്കാനുള്ള, നമ്മുടെ കഴിവുകൾക്ക് അവസരം കണ്ടെത്താനുള്ള മേഖലയായി നമുക്ക് നമ്മുടെ ജോലിസ്ഥലം, തൊഴിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഈ 3 പോയിന്റാണ്, ഈ 3 കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ KP കേശവ മേനോൻ പ്രധാനമായും പറയുന്നത്. ചിലപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം, ഈ ഒരു ലേഖനത്തിൻ്റെ, ഈ ഒരു പാഠഭാഗത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ 3 പോയിന്റിലാണ്. ഓക്കെ അല്ല മക്കളെ? സെറ്റിലടാ. യാതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും അല്ലേ? നമ്മൾ ചിന്തിക്കും, ഒരു ജോലിയും ചെയ്യാൻ കഴിയാതെ സുഖമായി കിടന്നുറങ്ങിയാൽ എന്ത് സുഖമായിരിക്കും. സുഖം ഉണ്ടാവോടാ? നിങ്ങൾക്ക് 1-2 ആഴ്ച സുഖം ഉണ്ടാവും, പിന്നെ നമുക്ക് മടിയായിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ ഏർപ്പെട്ടിട്ടേ നമുക്ക് ഒഴിവ് സമയം ആസ്വദിക്കാൻ കഴിയൂ. അല്ലാതെ മുഴുവൻ ഒഴിവ് സമയമാണെങ്കിൽ ബോറടിക്കൂടാ. നിങ്ങൾ അന്യൻ സിനിമ കണ്ടു? അന്യൻ, വിക്രത്തിൻ്റെ എന്ന് പറയുന്നേ അല്ലേ? ആ സിനിമയിൽ ഈ വിക്രം കുറേ ആൾക്കാരെ കൊല്ലുന്നുണ്ട്, അന്യം വന്നിട്ട്. അതിൽ കൊല്ലുന്ന ഒരാളാണ് ഒരു തൊഴിലും ഒരു ജോലിയും ചെയ്യാതെ വെറുതെ വെള്ളം അടിച്ച് ഇങ്ങനെ ജീവൻ നശിപ്പിക്കുന്ന ഒരാളാണ് വിക്രം. എന്ത് ചെയ്യുന്നുണ്ട്? ആ പാമ്പിൻ്റെ കൂട്ടിലേക്ക് എറിഞ്ഞ് അയാളെ പാമ്പ് കൊത്തി കൊല്ലുന്നുണ്ടല്ലേ? അതിൽ വിക്രം പറഞ്ഞൊരു കാര്യമുണ്ട്, അന്യം പറയുന്ന കാര്യം, സമൂഹത്തിന് ഒരു ഉപകാരവും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ ശിക്ഷിക്കും. അതേപോലെ ആൾക്കാരും ഇല്ലടാ, ഒരു ജോലിയും ചെയ്യാതെ രാവിലെ എണീറ്റ് ഒരു കുപ്പി റമ്മും അടിച്ച് വൈകുന്നേരം വരെ പാമ്പായിട്ട് നടന്ന് ഒരു പണിയും ചെയ്ത ഭാര്യയും അമ്മയും അച്ഛനെയും ചീത്തയും വിളിച്ച് അടിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഈ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് അല്ലേ? അവരെക്കുറിച്ചാണ് പറയണേ. യാതൊരു ജോലിയും ചെയ്യാതെ വെറും സുഖലോലുപരായി കഴിയാൻ സാധിച്ചാൽ എന്തൊരു ഭാഗ്യമായിരിക്കും എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഒരു ജോലിയും ചെയ്യാതെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഭൂമിക്ക് ഭാരമാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അത് വിഡ്ഢിത്തമാണ്. വിഡ്ഢികളാണ് അങ്ങനെ ചിന്തിക്കുക. ഒരു ജോലിയും ചെയ്യാതെ സുഖമായി ജീവിക്കാൻ കഴിയാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢികളാണ് എന്ന് എഴുത്തുകാരൻ പറയുന്നത്. അത് വിഡ്ഢിത്തമാണ്. മനസ്സിന് മടുപ്പുണ്ടാക്കുന്ന ജീവിതം മാത്രമായിരിക്കും അത്. മനസ്സിന് മടുപ്പ് മാത്രമേ ഉണ്ടാകൂ. ഒരു തൊഴിലും ചെയ്യാതെ സുഖമായി ജീവിക്കാമെന്ന് കഴിയുന്നവരെ മനസ്സിന് മടുപ്പ് മാത്രം നൽകുന്ന ആൾക്കാരാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂടാ അല്ലേ? നിങ്ങൾ ഹെലൻ കെല്ലർന്ന് കേട്ടിനോ? ഇതൊക്കെ ഒരു മാതൃകയല്ലടാ. നമ്മുടെ PT ഉഷ ജീവിത സാഹചര്യങ്ങളെ ഓടിത്തോൽപ്പിച്ച് വന്നവളാ. എന്തൊക്കെ ചെയ്യാൻ പറ്റും? പാവപ്പെട്ട സ്ത്രീയാന്ന് വിചാരിച്ച് വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ ലോകം അറിയുന്നൊരു ഓട്ടക്കരയെ മാറുമോ? പെലെ ബ്രസീലിയൻ തെരുവുകളിൽ അല്ലേ തുണിപ്പന്ത് തട്ടിക്കളിച്ചൊരു ചെക്കൻ ഇന്ന് ഗോഡ് ഓഫ് ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ രാജകുമാരൻ, ഫുട്ബോളിൻ്റെ ദൈവമാണ്. ആ ചേരിയിൽ ദാരിദ്ര്യം കഴിഞ്ഞെടുത്ത് ജീവിച്ചാൽ അദ്ദേഹം ഇന്ന് ലോകമറിഞ്ഞ ആളായി മാറോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രയത്നമാണ്, ജോലിയോടുള്ള കമ്പാഷൻ, താല്പര്യമാണ്. അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് അത് വിഡ്ഢിത്തമാണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അവനവൻ്റെ കഴിവിൽ വിശ്വസിച്ച് ആ ചെയ്യുന്ന ജോലി ഇഷ്ടത്തോടു കൂടി ചെയ്താൽ നിങ്ങൾ ലോകമറിയുന്ന ആളായി മാറുമെന്ന് എഴുത്തുകാരൻ പറയണേ. നിങ്ങൾ നോക്കിടാ, ഈ ലോകത്തെ എല്ലാ മേഖലയിലും സ്റ്റാറായി നിൽക്കുന്ന ആൾക്കാരെ നോക്ക്. അവർക്ക് ആ ജോലി അത്രയും സ്നേഹിച്ചവരായിരിക്കും. ഉദാഹരണം, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രം CR7 ക്രിസ്ത്യാനോ റൊണാൾഡോ, നമ്പർ 7 അല്ലേ? ഒരു പോർച്ചുഗൽ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു 7ാം ക്ലാസ്സുകാരനോട് ടീച്ചർ പറഞ്ഞു, നീ പഠിച്ചിട്ട് ഒരു കാര്യമില്ലടാ, നിനക്ക് മാർക്ക് കുറവാണ്, നിനക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് വിട്ടു. അവൻ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ആ സ്കൂൾ വിലക്ക് വാങ്ങിയവൻ അവൻ്റെ പേരിൽ ആ രാജ്യത്തെ പോർച്ചുഗൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് വന്നപ്പോൾ അവിടെ ആരുടെ പേരാ വന്നേ? ക്രിസ്ത്യാനോ റൊണാൾഡോ ഇൻ്റർനാഷണൽ എയർപോർട്ട് പോർച്ചുഗൽ. അല്ലടാ, അദ്ദേഹം ചെയ്ത ജോലി എന്താ? ഫുട്ബോള് അല്ല, നമ്മൾ സാധാരണ ഗ്രൗണ്ടിൽ കളിക്കുന്ന ഫുട്ബോളാണ്. പക്ഷെ അദ്ദേഹം കോടികൾ വിലമതിക്കുന്ന ഒരു താരമായി മാറിയില്ലേ? അദ്ദേഹം ചെയ്യുന്ന ജോലിയോടുള്ള താല്പര്യം, ഇഷ്ടം. അദ്ദേഹം സമയം വെറുതെ കളയാറുണ്ടോ? ഇല്ല. രാവിലെ നമ്മളൊക്കെ കടന്നിറങ്ങും. ഇറങ്ങുമ്പോൾ അദ്ദേഹം ബൂട്ട് എടുത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങും. 40ാം വയസ്സിലും, നിങ്ങൾ ആ വീഡിയോ കണ്ടില്ല, 40ാം വയസ്സിലും 40 യാർഡ് ആ ഒരു റേഞ്ചിൽ നിന്ന് ഗോൾ അടിച്ച് ഷോട്ട് അടിച്ചേ, സിസർ കട്ടിൽ എത്ര സിമ്പിളായിട്ട് അടിക്കുന്നത്. അദ്ദേഹം ജോലിയോടുള്ള താല്പര്യമാണ്. ലയണൽ മെസ്സി ഇടം കാലുകൊണ്ട് വളഞ്ഞടിക്കാണ് പോസ്റ്റ്, കർവിങ് ഷോട്ടാണ്. ജോലിയോടുള്ള താല്പര്യമാണ് അല്ലടാ. പിന്നെ ആരുണ്ട്? നമ്മളെല്ലാവരും ഇഷ്ട കഥാപാത്രം മഹേന്ദ്ര സിംഗ് ധോണി അല്ലേ? MS ധോണി. ഈ വയസ്സിലും IPLിലേക്ക് വന്നിട്ട് ധോണി കളത്തിൽ ഇറങ്ങും പാടെന്താണ്? തലവർ കളത്തിൽ സൂപ്പർ സ്റ്റാർ. അവിടെ എന്താ ഇടിമുഴക്കാണ്. അദ്ദേഹത്തിന് ജോലിയോട് ചെയ്യുന്ന താല്പര്യം. വിരാട് കോഹ്ലി, സച്ചിൻ അല്ലേ, രോഹിത് ശർമ്മ, ഇതൊക്കെ അവരുടെ ജോലിയിൽ സ്റ്റാറായി നിൽക്കുന്നവരാണ്. മലയാളത്തിലേക്ക് വന്നിട്ട് മോഹൻലാൽ, മമ്മൂട്ടി അല്ലേ,
ഇതാടാ അവർക്ക് പേര് പറയുമ്പോൾ എത്ര വയസ്സായി, 60-ൽ കൂടുതൽ വയസ്സായി ലാലേട്ടന്, 70-ൽ കൂടുതൽ വയസ്സായി മമ്മൂട്ടിക്ക്. ഈ കഴിഞ്ഞ സ്റ്റേറ്റ് അവാർഡ് ആയിരിക്കും കിട്ടിയ നമ്മുടെ മമ്മൂക്കൊക്കെ. ഇത്രയും യങ്ങായ അടിപൊളി ആക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു വയസ്സനായ, അല്ലടാ വയസ്സെന്ന് പറയാൻ പറ്റില്ല, യൗവനം തന്നെയാണ്, 73 വയസ്സുകാരൻ വന്ന് എന്ത് തൂക്കിയിട്ട് പോയി സ്റ്റേറ്റ് അവാർഡ്. അദ്ദേഹത്തിൻ്റെ ജോലിയോട് ചെയ്ത പാഷനാണത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ ലോകം അറിയുന്ന ആൾക്കാർ മുഴുവൻ. അതാണ് എഴുത്തുകാരൻ പറയുന്നത്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ഇഷ്ടത്തോടു കൂടി ചെയ്യണം. അപ്പോൾ നമ്മുടെ കഴിവുകൾ അവിടെ മാക്സിമം നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് അവിടെ സ്റ്റാറായി മാറാൻ സാധിക്കുമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. വെറുതെ സമയം ചിലവാക്കരുത്, ഒഴിവ് സമയങ്ങൾക്ക് വേണ്ടി ജോലി തിരഞ്ഞെടുക്കരുത്, അടിപൊളിയായി ആത്മാർത്ഥമായി ജോലി ചെയ്യണമെന്ന് എഴുത്തുകാരൻ പറയുന്നു. പ്രകൃതി നമുക്ക് കനിഞ്ഞരുളിയ കഴിവുകൾ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പ്രകൃതി നമുക്ക് ഒരുപാട് കഴിവുകൾ തരുന്നുണ്ട്. പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, തമാശകൾ പറയാൻ, എഴുതാൻ, ചിത്രം വരയ്ക്കാൻ, ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രകൃതി നമുക്ക് കഴിവുകൾ തരുന്നുണ്ട്. ഈ കഴിവുകൾ പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്കൊരു തൊഴിൽ വേണം, ജോലി സ്ഥലം വേണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. അത് സത്യമാണല്ലേ? സത്യമാണ്. നാം ജീവിക്കുന്ന സമുദായത്തിന് ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി, അതായത് നേട്ടം, അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്തൊരു അനുഗ്രഹമായിരിക്കും. നമ്മൾ നിൽക്കുന്ന ഈ സമൂഹത്തിൽ നമ്മൾ കാരണം അഭിവൃദ്ധി, മുന്നേറ്റം, മാറ്റം, നേട്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് എത്ര അഭിമാനിക്കാൻ കഴിയുന്ന അനുഗ്രഹകരമായ കാര്യമാണ് എന്ന് എഴുത്തുകാരൻ പറയുന്നു. ശരിയായി ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയൂ. അല്ല മക്കളെ, ശരിയായി ജോലി ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ? സുഖം അനുഭവിക്കാൻ കഴിയൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ ഇഷ്ടപ്പെട്ട പോലെ ആഗ്രഹിച്ച് ചെയ്ത് അവസാന മാസം സാലറി നിങ്ങൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഹായ് എന്ത് രസാ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ശരിയായി ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ജീവിതത്തിൽ സുഖം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. അതിന് കൃത്യമായി പഠിക്കണം, ലക്ഷ്യബോധത്തോടു കൂടി പഠിക്കണം. നിങ്ങൾക്ക് എന്തിനാണ് 9ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിലെ നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന് പറയുന്ന KP കേശവമേനോട് ലേഖനം പഠിക്കാൻ തന്നത്? ജോലിയുടെ മഹത്വം അറിയാൻ വേണ്ടി മാത്രമാണോ? അല്ല, ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി എൻ്റെ മക്കൾ പഠിക്കണം. ഈ 9ാം ക്ലാസ് കഴിഞ്ഞ് 10 കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് നിങ്ങൾ എന്തായി തീരണമെന്നത് നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് ആഗ്രഹിച്ച് വെക്കണം. അതിനുവേണ്ടി പഠിക്കണം, പരിശ്രമിക്കണം. അതിനു വേണ്ടിയാണ് ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് തന്നത്. ഭാവിയിൽ കഷ്ടപ്പെടാതിരിക്കാൻ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ ഇപ്പോഴേ കഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയാൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാം. ഇഷ്ടമായോ? അപ്പോൾ കഷ്ടപ്പെടാതെ ജീവിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടപ്പെട്ട ജോലി കിട്ടി ഇഷ്ടം പോലെ ജീവിക്കാം എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഈ സാർ എന്തൊക്കെയോ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയല്ലേ? ഒന്നുമില്ലടാ, കഷ്ടപ്പെട്ട് ജീവിക്കാതിരിക്കാൻ എന്ത് വേണം? നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം. അങ്ങനെ ഇഷ്ടമുള്ള ജോലി ചെയ്യണം. ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ ജോലി ചെയ്താൽ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. അധ്വാനത്തോടുള്ള വെറുപ്പ് അനുകരണീയമായ സ്വഭാവമല്ല. ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ്. സാറ് നേരത്തെ പറഞ്ഞില്ലേ, CR7, മെസ്സി, പിന്നെ ആരാണ്? സച്ചിൻ, പിന്നെ വിരാട് കോഹ്ലി, മഹേന്ദ്ര സിംഗ് ധോണി, ഇവരൊക്കെ എന്താണ് മക്കളെ? ആ അധ്വാനം കൊണ്ട് ലോകം അറിഞ്ഞവരാണ്. അവരുടെ അധ്വാനം, അവരുടെ തൊഴിലിടത്ത് കാണിച്ച് ലോകം അറിയുന്ന ആൾക്കാരായി മാറിയവരാണ്. ദിവസേന ചെയ്യേണ്ടുന്ന ജോലി ഒരു യന്ത്രത്തെ പോലെ അങ്ങനെ നിർവഹിച്ചു പോരുന്നത് കൊണ്ട് എന്തു മെച്ചമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ചിലർ ചോദിക്കുമായിരിക്കും. എന്നാൽ അവരവരുടെ ജോലി ശരിയായി ചെയ്യുന്നത് കൊണ്ടാണ് സമുദായത്തിൽ സുഖവും സൗകര്യവും ഉണ്ടാവുന്നതെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലി നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരുള്ളത് കൊണ്ടാണ് നമ്മുടെ സമൂഹം സുന്ദരമായി പോരുന്നത് അല്ലേ? നമ്മൾ ചിന്തിക്കും, ഈ പോലീസുകാർക്ക് എന്ത് പണിയാ, രാവിലെ എണീക്കണം, ഒരു ലീവും ഇല്ല, എല്ലാ കാര്യം ചെയ്യണം. അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത് മക്കളെ? സുരക്ഷിതത്വം. പട്ടാളക്കാരെ നമ്മൾ ചിന്തിക്കും അല്ലേ? പട്ടാളക്കാരൻ്റെ വീട് 2 നില വീടായിരിക്കും, നല്ല സുൾഫെക്സിൻ്റെ ബെഡായിരിക്കും, നല്ല കട്ടിലായിരിക്കും. അവൻ കിടക്കുന്ന എവിടെയാ? പുല്ലിലോ ചെറിയ ബെഞ്ചിലോ ആയിരിക്കും. അപ്പം ചിന്തിക്കും, ഈ പട്ടാളക്കാർക്ക് എന്തൊക്കെ സഹിക്കണം, ഇത് കഷ്ടപ്പാടാണല്ലേ ചിന്തിക്കും. പക്ഷേ അവനവിടെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് സമൂഹത്തിൽ നിന്ന് കാണുന്ന സുരക്ഷിതത്വം, നന്മയുണ്ടായത്. ഇപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട്. സമൂഹത്തിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുകൂടി എഴുത്തുകാരൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ആപ്പീസിലും തൊഴിൽശാലകളിലും അങ്ങനെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ ഉണ്ടാവുക കൊണ്ടാണ് സമുദായത്തിൻ്റെ ഒട്ടായുള്ള
ഒട്ടാകെയുള്ള സുഖവും സൗകര്യവും നിലനിർത്തി പോരാൻ കഴിയുന്നത്. സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ്. എത്തരത്തിലുള്ള ആൾക്കാർ ജോലി ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ടാണ് സമൂഹം ഇത്രയും നന്മയിലൂടെയും ഇത്രയും സുതാര്യവും സുഖകരവുമായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി നീങ്ങുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് റോഡ് സൈഡ് വൃത്തിയാക്കുന്ന ആൾക്കാരില്ലേ, തോട്ടികൾ വേസ്റ്റ് എടുക്കുന്നത്, അവരില്ലാതിരുന്നാൽ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ എന്താ? ഹരിത കർമ്മസേന എന്ന് വിളിക്കുമല്ലോ നമ്മൾ, കുറേ ചേച്ചിമാരില്ലടാ, അവരില്ലാതിരുന്ന നമ്മുടെ അവസ്ഥ എന്താ? നാറിയിട്ട് നടക്കാൻ പറ്റുമോ? ഒരു വൈറ്റ് ഷർട്ടും കോളറും നല്ല ജാക്കറ്റും കോട്ടും ബെൻസ് കാറിൽ പോകുന്ന ഒരുത്തിനിറങ്ങി അതിലെ വേസ്റ്റ് എടുക്കോ? ഇല്ല, അവൻ മൂക്ക് പൊത്തി അവിടുന്ന് ഓടും. ആ വേസ്റ്റ് എടുക്കാൻ ഹരിത കർമ്മസേനയിലെ ചേച്ചിമാരുള്ളത് കൊണ്ടല്ലടാ മക്കളെ നമുക്ക് ആ റോട്ടിലൂടെ നടക്കാൻ പറ്റുന്നത്. ആ ജോലിയുടെ മഹത്വം നമ്മൾ അറിയണം. അപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. KCB, നമ്മൾ മഴ പെയ്ത് കറണ്ട് പോയി അപ്പം തെറി വിളിക്കും KCB കാരണ, എടാ നിങ്ങൾ എന്താ ചങ്ങായിയെ വരാത്ത, കുറേ സമയം നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കുമല്ലോ നമ്മൾ. പക്ഷേ അദ്ദേഹം ഈ KCBക്കാർ രാത്രിയോ രാവിലെയോ ഒന്നും ഭേദമില്ലാതെ മരത്തിൻ്റെ മുകളിൽ കയറി പോസ്റ്റിൻ്റെ മുകളിൽ കയറി നമുക്ക് വെളിച്ചം തരുന്നില്ലേ? അവരുടെ ജോലി മഹത്വമുള്ളതല്ലേ? അപ്പോൾ ഓരോ ജോലിക്കാരും ജോലി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ സുഖത്തിലും നന്മയിലും ജീവിക്കുന്നത് എന്ന കാര്യം കൂടി എൻ്റെ മക്കൾ ഓർക്കണം ഈ ലേഖനം പഠിക്കുമ്പോൾ. നിങ്ങൾ എന്ത് ജോലി എടുക്കുന്നവരായാലും ശരി, സകല കഴിവുകളും സാമർഥ്യവും അതിൽ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എന്ത് ജോലിയും ചെയ്തോ, പക്ഷെ നിങ്ങളുടെ സകല കഴിവുകളും സാമർഥ്യങ്ങളും അതിൽ കാണിക്കണമെന്ന് പറയുന്നു. അതിൽ നിന്നുളവാകുന്ന സന്തുഷ്ടി അനുഭവിച്ചറിയേണ്ടതാണ്. നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം, സന്തോഷം നിങ്ങൾ അനുഭവിച്ചറിയണമെന്ന് എഴുത്തുകാരൻ പറയുന്നു. ലോകത്തിലെ വലിയ ചിന്തകരെല്ലാം തന്നെ വലിയ ചിന്തകരാട്ടോ പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അധ്വാനത്തിനും പരിശ്രമശീലത്തിനും വലിയ വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് അല്ലേ? ലോകം കണ്ട നേതാക്കളെല്ലാം തന്നെ അധ്വാനത്തിനും പരിശ്രമത്തിനും വലിയ വില കൊടുത്തുള്ളവരാണ്. പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരൊക്കെ തന്നെ അധ്വാനത്തിന് വലിയ വില കൊടുത്തവരാണ്. അതേപോലെ നമ്മളും നമ്മുടെ അധ്വാനത്തിന് വില കൊടുക്കണം. ഇഷ്ടത്തോടുകൂടി താല്പര്യത്തോടുകൂടി നമ്മൾ നമ്മുടെ ജോലി ചെയ്യണമെന്നുകൂടി ഈ പാഠഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജോലി എത്ര നിസ്സാരമായതായാലും തരക്കേടില്ല. അത് നിർവഹിക്കുന്ന രീതിയിലാണ്, അതിന് തൻ്റെ സർവ്വ കഴിവുകളും ഉപയോഗിക്കുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം എന്നവർ ഉപദേശിക്കുന്നു അല്ലേ? ആ ജോലി ഏതായാലും കുഴപ്പമില്ല. ഒരു ഓട്ടോപ്പണിക്കാരനായാലും, ഒരു വിമാനത്തിൻ്റെ അല്ലേ വിമാനത്തിൻ്റെ ഡ്രൈവറായ പൈലറ്റ് ആയാലും, പിന്നെന്താണ് ഒരു ലോറി ഡ്രൈവർ ആയാലും, ട്രെയിനിൻ്റെ വന്ദേ ഭാരതിൻ്റെ ലോക്കോ പൈലറ്റ് ആയാലും ആ ജോലിക്കൊരു വ്യത്യാസവുമില്ല. ആ ചെയ്യുന്ന ജോലി മഹത്വമുള്ളതാണ്. അത് ആസ്വദിച്ച് ആത്മാർത്ഥതയോടെ അനുഗ്രഹത്തിലൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്ന് എഴുത്തുകാരൻ നമ്മെ പഠിപ്പിക്കുന്നു. നാം എല്ലാവരും മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ആഗ്രഹിക്കുന്നവരല്ലേ? അത് ആഗ്രഹിക്കുന്നവരാണ്. അതുണ്ടാവണമെങ്കിൽ, മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നാം പലതും ചെയ്യണം. നമ്മൾ ജോലി ചെയ്യുമ്പം മറ്റുള്ളവരുടെ സ്നേഹവും എല്ലാം ആഗ്രഹിക്കുന്നില്ലേ? ഇപ്പം ഞാൻ അധ്യാപകനാണ്, ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഗുഡ് മോർണിംഗ് സാർ എത്രയായി കണ്ടിട്ട്, സുഖമാണോ സാറിൻ്റെ ക്ലാസ് കൊള്ളായിരുന്നു കേട്ടോ, ആ സാറിന് ഇന്നലെ വരാത്തേ, സാറിനെ കുറേ നോക്കി അല്ലേ? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുണ്ടാകുന്ന സന്തോഷം, അതല്ലടാ വലുത് ജോലി കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ജോലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മളെ ജോലി സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോട് ചെയ്യണമെന്ന് എഴുത്തുകാരൻ പറയുന്നു. നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിക്കാനുള്ള നിശ്ചയത്തോടു കൂടി വേണം ജോലിയെ സമീപിക്കുന്നതിന്. നമ്മുടെ സകല കഴിവും പ്രദർശിപ്പിക്കാൻ പറ്റണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ. അത് മറ്റുള്ളവരുടെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമെന്ന വിശ്വാസവും നമുക്കുണ്ടാവണം. വർദ്ധിപ്പിക്കുന്ന വിശ്വാസവും നമുക്കുണ്ടാകണമെന്ന് എഴുത്തുകാരൻ പറയുന്നുണ്ട്. ഒരു ലേഖനം എഴുതുന്നതായാലും, ചിത്രം വരക്കുന്നതായാലും, തോട്ടപ്പണി എടുക്കുന്നതായാലും, പ്രസംഗം ചെയ്യുന്നതായാലും എല്ലാറ്റിലും നിങ്ങളുടെ വ്യക്തിത്വം കാണാം. ഏത് ജോലി ആയാലും അല്ലേ? ഒരു പെയിൻറ്റർ ചിത്രം വരക്കുന്ന ആളായാലും, തോട്ടപ്പണി പറമ്പിൽ പണി ചെയ്യുന്ന ആളായാലും, പ്രസംഗം ചെയ്യുന്ന രാഷ്ട്രീയ പണിക്കാരനായാലും എല്ലാത്തിനും അതിൻ്റേതായ മഹത്വമുണ്ടെന്ന് എഴുത്തുകാരൻ പറയുന്നു. സംതൃപ്തിയുടെ അടിസ്ഥാനം അതാണ് അല്ലേ? നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അവിടെയാണ് നമ്മുടെ സംതൃപ്തി, സന്തോഷമെന്ന് എഴുത്തുകാരൻ പറയുന്നത്. ജീവിത സാഫല്യം നേടുന്നതിനുള്ള മാർഗവും അതുതന്നെ അല്ലേ? ജീവിതത്തിന് സാഫല്യം
ഒരു മുക്തി മോക്ഷം കിട്ടാൻ, ഒരു ആത്മാർത്ഥമായ ഒരു അനുഭൂതി കിട്ടാൻ നമ്മളൊന്ന് ചെയ്യണം മക്കളെ. നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ആ ജോലി മഹത്വമുള്ളതാകുക, അനുഗ്രഹമുള്ളതാകുക എന്ന് എഴുത്തുകാരൻ പറയുന്നത്. നാം മുന്നോട്ട് എന്ന് പറയുന്ന ലേഖന സമാഹാരത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും നിങ്ങളുടെ ജോലിയും KP കേശവമേനോൻ എഴുതിയത്. ഇനി നമുക്ക് ഈ പാഠത്തിലെ പ്രധാന ചോദ്യോത്തരങ്ങളെ പെട്ടെന്ന് നോക്കിപ്പോകാം. നമുക്ക് എക്സാമിന് എന്തൊക്കെ ചോദ്യം വരാമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല, എന്നാലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്ന് കടന്നു പോകാം. ഓക്കെ അല്ലടാ? പാഠം പഠിച്ചു, ഇനി ചോദ്യങ്ങളും കുറച്ച് പഠിച്ച സെറ്റ്. തൊഴിലും സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആശയങ്ങളാണ് പാഠഭാഗത്തുള്ളത് കണ്ടെത്തി എഴുതുക. ഉപജീവനത്തിന് പണമില്ലാതെ കഴിയില്ല, എന്നാൽ പണത്തിന് വേണ്ടി മാത്രമേ ജോലി ചെയ്യൂ എന്ന വിചാരം ശരിയല്ല. നാം ജീവിക്കുന്ന സമുദായത്തിന് ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് എന്തൊരു അനുഗ്രഹമായിരിക്കും. തൊഴിലിനെക്കുറിച്ചുള്ള ലേഖകൻ്റെ ഈ അഭിപ്രായത്തോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് മക്കളെ ചോദ്യം? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാണ് ചോദ്യം. എന്താണ്? തൊഴിലിനെക്കുറിച്ചുള്ള ലേഖകൻ്റെ അഭിപ്രായത്തോട് ഒരു പ്രതികരണക്കുറിപ്പ്, നിങ്ങളുടെ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. നോക്കാം. തൊഴിലിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ കാഴ്ചപ്പാടാണ് ലേഖകൻ അവതരിപ്പിക്കുന്നത്. ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല ഒരാൾ പണിയെടുക്കുന്നത്. ഒരാളുടെ തൊഴിൽ അയാളുടെ മാനസിക സാമൂഹിക പശ്ചാത്തലത്തെ കൂടി ബാധിക്കുന്നുണ്ട്, അല്ലേ? ഒരാൾ പണത്തിനു വേണ്ടി മാത്രമല്ല ജോലി ചെയ്യുന്നത്. അയാളുടെ മെൻ്റൽ ഹെൽത്ത്, മാനസികപരമായ ഒരു ആരോഗ്യത്തിന് കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജോലി ചെയ്യുന്നത്. ഒരാളുടെ തൊഴിൽ അയാളുടെ മാനസിക സാമൂഹിക പശ്ചാത്തലത്തെ കൂടി ബാധിക്കുന്നുണ്ട്. ഒരാളുടെ മാനസിക സാമൂഹിക പശ്ചാത്തലത്തെ കൂടി സ്വാധീനിക്കാൻ തൊഴിലിന് സാധിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി ഈ പാഠഭാഗം നമുക്ക് നൽകുന്നു. അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുക, കഴിവുകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്നിങ്ങനെ പണത്തിനേക്കാൾ ഉപരിയായി ആത്മപ്രകാശനം ചെയ്യാനുള്ള ഇടമാവുകയാണ് തൊഴിലിടങ്ങൾ. തൻ്റെ കഴിവിനെ, തൻ്റെ ആഗ്രഹത്തെ, തൻ്റെ അനുഭൂതികളെ ആവിഷ്കരിക്കാനുള്ള ഒരു ഇടമായി എന്തു മാറുന്നു മക്കളെ? തൊഴിലിടം മാറുന്നു. നാം ഒരു തൊഴിലിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പൂർണ്ണവും സമർപ്പിക്കേണ്ടതുണ്ട്. ഒരു തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കുക. അല്ലടാ യേശുദാസ് ഹരിമുരളീരവം എന്ന് പാടി തുടങ്ങുന്നില്ലേ? മധുമൊഴിരാതെ നിന്നെ തേടി. യേശുദാസ് പാടിയ പോലെ എനിക്ക് ആവില്ല, പക്ഷേ യേശുദാസ് പാടി അങ്ങ് എത്തുന്നില്ലേ? അത് അദ്ദേഹത്തിൻ്റെ തൊഴിലിനോടുള്ള ഒരു സമർപ്പണമാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിഷ്കാരത്തിൻ്റെ അനുഭൂതിയാണ്, സത്യസന്ധതയാണ്, അല്ലേ? അതേപോലെ നമ്മളൊരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ പൂർണ്ണമായും നമ്മളെ അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുന്നു. ഏർപ്പെടുന്ന ജോലിയുടെ വലിപ്പ ചെറുപ്പമൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. നാം ചെയ്യുന്നത് ഒരു പൂ വരക്കുന്നതാണെങ്കിൽ കൂടി അതിൽ നമ്മുടെ 100% നൽകുക എന്നതാണ്. എന്ത് ജോലി ചെയ്യുന്നു എന്നതല്ല, ആ ജോലിയിൽ നമ്മൾ 100% നമ്മുടെ ഒരു പങ്ക് അവിടെ ആവിഷ്കരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു പൂ പറിക്കുന്ന പോലും അല്ലെങ്കിൽ പൂ വരക്കുന്ന പോലും അതിൽ നമ്മൾ ഫുൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. നാമാലാകും വിധം നമ്മുടെ സമൂഹത്തിന് നമ്മെക്കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നത് അനുഗ്രഹമാണ്. നമ്മളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം. ഒരു മനുഷ്യന് എത്ര കാലം തൊഴിൽ ചെയ്യാൻ സന്നദ്ധ ഉണ്ടോ അത്രയും കാലം ചെയ്യുക, അല്ലെ? ഒരു മനുഷ്യന് എത്ര കാലം തൊഴിൽ ചെയ്യാൻ പറ്റുമോ അത്രയും കാലം തൊഴിൽ ചെയ്യണം. ചത്ത് വീഴുന്ന തൊട്ട് മുമ്പ് വരെ അധ്വാനിച്ച ആ ഒരു വിയർപ്പ് കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ, ആഹാരം കഴിക്കാൻ എന്നുകൂടി എഴുത്തുകാരൻ നമ്മെ ചിന്തയ്ക്ക് വേണ്ടി വിട്ടുതരികയാണ്. ജോലി ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ മാനസിക സാമൂഹിക അതിജീവനം കൂടിയാണ്. ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനസികമായ കാര്യമാണ്, ശാരീരികമായ കാര്യമാണ്. അത് അവന് സന്തോഷവും സമാധാനവും പണവും ഒപ്പം ഉണ്ടാക്കാൻ പറ്റണമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന ആത്മവിശ്വാസമാണ് തൊഴിൽ പ്രദാനം ചെയ്യുന്നത്. നമ്മൾക്ക് എങ്ങനെ ഈ സമൂഹത്തിലേക്ക് മുന്നോട്ട് പോകാം, എങ്ങനെ പണം സമ്പാദിക്കാം, ഒപ്പം തന്നെ എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്നൊക്കെ ഈ തൊഴിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അടുത്തൊരു ചോദ്യം.
തൊഴിലും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. മക്കളെ, പ്രഭാഷണം എന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ഈ പാഠഭാഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ഉപന്യാസം, ആസ്വാദനക്കുറിപ്പ്, പ്രഭാഷണം എന്നീ ചോദ്യങ്ങൾ ചോദിക്കാതെ ഒരു മലയാള പരീക്ഷയും കടന്നു പോയിട്ടില്ല എസ്എ ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ. ഇപ്പോൾ തൊഴിലും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് ചോദ്യം. പ്രിയരേ എന്ന് വേണം തുടങ്ങാൻ. നമസ്കാരമെന്നോ മാന്യസസ്സിന് വന്ദനമെന്നോ അല്ലെങ്കിൽ പ്രിയരേ എന്നോ എന്ന അഭിസംബോധനയും തുടങ്ങാം. സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി സാധ്യമാകുന്നതിനാണ് ഓരോ വ്യക്തിയും ജോലി ചെയ്യുന്നത്. അല്ലേ? സാമൂഹികമായ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഓരോ വ്യക്തിയും തൊഴിൽ ചെയ്യുന്നത്. തൊഴിലിലൂടെയും അധ്വാനത്തിലൂടെയും മാത്രമാണ് ഒരു വ്യക്തിക്ക് പുരോഗതിയും വ്യക്തിത്വ വികസനവും സാധ്യമാകുന്നത്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവന് മാത്രമാണ് സമൂഹത്തിൽ അർഹമായ മാന്യതയും അംഗീകാരവും സ്ഥാനവും ലഭ്യമാവുകയുള്ളൂ. സമൂഹത്തിന് മുന്നിൽ മറ്റുള്ളവർക്ക് ഉപകാരമാം വിധത്തിൽ ജീവിക്കുകയാണ് വേണ്ടത്. നല്ല തൊഴിൽ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയായി, മറ്റുള്ളവർക്ക് പ്രചോദനമായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നാം മുന്നോട്ട് പോയി ജീവിക്കണമെന്ന് നമ്മൾ പ്രഭാഷണത്തിൽ കൂട്ടിച്ചേർക്കണം. നമ്മുടെ തൊഴിലിലൂടെ നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും കൂടി പുരോഗതി സാധ്യമാക്കുക എന്നത് അനുഗ്രഹീതമായ കാര്യമാണ്. തൊഴിലിലൂടെ നമുക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നന്മയും ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മിലൂടെ മറ്റൊരാളുടെ മാനസിക സന്തോഷത്തിനും കാരണമാവുക എന്നത് മനുഷ്യൻ എന്ന നിലയിൽ എത്ര മനോഹരമായ കാര്യമല്ലേ? ഈ ഭൂമിയിൽ മനുഷ്യർ പരസ്പരത്തോടെ ജീവിക്കുന്നതിനേക്കാൾ മനോഹരമായി മറ്റെന്താണ് ഉള്ളത്? മനുഷ്യരെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയിലാകട്ടെ എല്ലാവരും വിദ്യാസമ്പന്നരാണ്. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും വിദ്യാസമ്പന്നർ, എല്ലാവരും എഡ്യൂക്കേഷൻ നേടിയവരാണ്. എല്ലാവർക്കും പരിശ്രമത്തിലൂടെ മികച്ച തൊഴിലവസരം സാധ്യമാകുന്നുമുണ്ട്. പണ്ടത്തെ കാലത്തേക്കാൾ ഒരുപാട് ജീവിത പുരോഗതിയും സാധ്യമാകുന്നുണ്ട്. എന്നാൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനും ചുറ്റുമുള്ളവരോട് ചേർന്നിരിക്കാനോ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അല്ലടാ മക്കളെ, ഇന്നെല്ലാവരും വിദ്യാഭ്യാസ സമ്പന്നരാണ്. പക്ഷേ വിദ്യാഭ്യാസം നേടി നല്ല തൊഴിൽ നേടി പണത്തിൽ ജീവിക്കുമ്പോഴും കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ, വീക്കെൻഡിലൊന്ന് കറങ്ങാൻ, സിനിമ കാണാൻ, അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും ഭർത്താവിനോടൊന്ന് ചേർന്നിരിക്കാൻ പോലും ഇന്ന് സമയമില്ല. അതൊക്കെ ഒന്ന് മാറ്റി ജോലി ചെയ്യുമ്പോൾ തന്നെ കുടുംബത്തോടും പ്രാധാന്യം കൊടുത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കൂടി നമ്മൾ പരിശ്രമിക്കണമെന്ന് എഴുത്തുകാരൻ പറയുന്നു. എല്ലാവരും വിദ്യാസമ്പന്നരാകുന്നതിലൂടെ സമൂഹത്തിൽ വൈറ്റ് കോളർ ജോലികൾക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത്. വൈറ്റ് കോളർ ജോലി എന്ന് വെച്ചാൽ നല്ല ഓഫീസ് ജോലികൾ, നല്ല തേച്ച കുപ്പായൊക്കെ ഇട്ട് അടിപൊളി പോയി ഇൻസൈഡ് ആക്കിയിട്ട് ആ ജോലിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ നന്മയെ, സാമൂഹിക ബോധത്തെ നമ്മൾ മറന്നു പോകുന്നു. എന്നാൽ തൊഴിൽ എന്നത് ഒരു ജീവനോപാധി എന്നതിലുപരി സാമൂഹിക നിർമ്മിതിക്കുള്ള ഇടം കൂടിയാകുന്നുണ്ട്. തൊഴിൽ സമൂഹത്തെ നിർമ്മിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ്. നന്മ, സ്നേഹം, കാരുണ്യ, സഹാനുഭൂതി, സഹായ മനസ്കത ഇതൊക്കെ നിർമ്മിക്കാൻ തൊഴിലിന് സാധിക്കണം. കർഷകനും മത്സ്യബന്ധനം ചെയ്യുന്നവനും വീട്ടുജോലി ചെയ്യുന്നവനും എല്ലാവരും ചെയ്യുന്നത് തൊഴിൽ തന്നെയാണ്. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയും സ്ഥാനവും നൽകാൻ എല്ലാവർക്കും കഴിയണം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയും മാന്യതയും ബഹുമാനവും ഉണ്ട്. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. വലിയ ജോലി ചെയ്യുന്നവർ മാത്രമായാൽ സമൂഹം അതിൻ്റെ തുലനാവസ്ഥയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് തൊഴിൽ ആണെങ്കിലും നാം നമ്മുടെ 100% നൽകി അർപ്പണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക. ഓരോ തൊഴിലാളികളും സമൂഹത്തിൻ്റെ സുപ്രധാന ആണിക്കല്ലാണ്. നന്ദി, നമസ്കാരം. അതായത് ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിൽ നമ്മൾ സ്നേഹത്തോടു കൂടി, ആത്മാവിഷ്കാരത്തോടു കൂടി, ആ ഒരു ഇഷ്ടത്തോടു കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് സമൂഹത്തിന് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു നന്ദി, നമസ്കാരം ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. അടുത്തൊരു ചോദ്യം: അധ്വാനിക്കാൻ തയ്യാറല്ലാത്തവൻ ആഹാരത്തിന് അർഹനല്ല. ഈ വാക്യത്തെ വിയർത്തവൻ്റെ വിശപ്പിന് സുഖമുണ്ട് എന്ന പഴഞ്ചൊല്ലുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുക. അധ്വാനവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തുക. അപ്പോൾ അധ്വാനവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി ഒരു കുറിപ്പ് തയ്യാറാക്കാനോ ഉപന്യാസമോ എഴുതാനോ ചോദ്യം വന്നാൽ എൻ്റെ മക്കൾ എഴുതണം കേട്ടോ. ഒരു മാതൃക സാറ് പറഞ്ഞുതരാം. അവനവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഭക്ഷിക്കേണ്ടത്. അധ്വാനത്തിൻ്റെ ഫലം അല്ലാത്തതിൻ്റെ പങ്കുപറ്റുന്നത് ആത്മനിന്ദയ്ക്ക് തുല്യമാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഇത്തരത്തിൽ പണ്ടുകാലത്തുള്ളവർ പറയുന്നത് വരും തലമുറയിൽ അധ്വാനശീലം വളർത്താനും അധ്വാനത്തിൻ്റെയും ആഹാരത്തിൻ്റെയും വില മനസ്സിലാക്കുവാനുമായിരുന്നു. അല്ലേ? അവനവൻ്റെ വിയർപ്പ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് പഴയ ആൾക്കാർ പറയും. അത് വെറൊരു വാക്കല്ല, നമ്മുടെ അധ്വാനം കൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അവിടെയാണ് നമ്മുടെ അധ്വാനത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ശാരീരികമായി അധ്വാനിക്കുന്നവനെ
വളരെ നല്ല വിശപ്പുണ്ടാകും. അവൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു നേരത്തെ ആഹാരം കണ്ടെത്തുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും. അധ്വാനിക്കുന്നവന് വിളമ്പിക്കൊടുക്കാനും ആർക്കും മടി കാണുകയുമില്ല. അധ്വാനിക്കുന്നവന് സമൂഹം നൽകുന്ന ബഹുമാനമാണ് ഈ ചൊല്ലിൽ കാണാൻ സാധിക്കുക അല്ലേ? ഏത് ചൊല്ലിൽ? വിയർത്തവൻ്റെ വിശപ്പിന് സുഖമുണ്ട് എന്ന ചൊല്ലിൽ അധ്വാനിച്ചവന് അവൻ്റെ ആഹാരത്തിന് നല്ല സ്വാദുണ്ടാകുമെന്നാണ് അർത്ഥം. അതേപോലെ കുറച്ച് ചൊല്ലുകൾ സാറ് പറഞ്ഞുതരാം. 5-ാം ആണ്ടിൽ തേങ്ങ, 10-ാം ആണ്ടിൽ മാങ്ങ. അധ്വാനിക്കുന്നവന് നൽകുന്ന പ്രചോദനമാണ് ഇത്തരം പഴഞ്ചൊല്ലുകൾ അല്ലേ? 5-ാം ആണ്ടിൽ തേങ്ങ, 10-ാം ആണ്ടിൽ, 5-ാമത്തെ ആണ്ടിൽ തേങ്ങയാണെങ്കിൽ 10-ാമത്തെ ആണ്ടിൽ മാങ്ങ കിട്ടും. നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, നമുക്കതിൻ്റെ ഉപയോഗങ്ങൾ, പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഉപകാരങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. അധ്വാനമില്ലാതെ ഒന്നുമില്ല. അധ്വാനിക്കുന്നവൻ്റെതാണ് ഈ ലോകം. അധ്വാനിക്കാത്തവന് ഒന്നും തന്നെ ഉണ്ടാകില്ല. അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം ഉണ്ടാവും. ധീരുഭായ് അംബാനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാണ് അല്ലേ? സ്റ്റീവ് ജോബ്സ് ഇല്ലടാ, മാർക്ക് സുക്കർബർഗ് ഇല്ലേ? ഇവരൊക്കെ അധ്വാനം കൊണ്ട് ലോകമറിഞ്ഞ പണക്കാരും അധ്വാനം കൊണ്ട് ലോകത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ആൾക്കാരുമാണ്. അപ്പം അധ്വാനിക്കുന്നവന് മാത്രമേ എന്തുള്ളൂ? ജീവിത വിജയമുള്ളൂ എന്ന കാര്യമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സമ്പത്തു കാലത്ത് തൈ വെച്ചാൽ തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാ 10 തിന്നാം. നമ്മൾ ആയ കാലത്ത് എന്തൊക്കെ ഉണ്ടാക്കിയാൽ നമുക്കില്ലാത്ത കാലത്ത് അതിൻ്റെ എന്ത് പറ്റാം? പങ്ക് പറ്റാം. അതുകൊണ്ട് അധ്വാനിക്കുക, ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതാണ് ഇതിലൂടെ പറയുന്നത്. സമ്പത്തുണ്ട് എന്നു കരുതി അധ്വാനിക്കാതിരിക്കുന്നത് നല്ലതല്ല. കാലം മാറിയും മറിഞ്ഞും വരും. നല്ലതും ചീത്തയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് എന്നും അധ്വാനിച്ചാൽ ഉള്ള സമ്പത്ത് നിലനിർത്താൻ സാധിക്കും. അതായത് സമ്പത്തുണ്ട് എന്നു കരുതി അധ്വാനിക്കാതിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. നമ്മളെപ്പോഴും അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ അധ്വാനം മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരുക. അതാണ് KP കേശവമേനോൻ്റെ നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന ലേഖനത്തിൽ പറയുന്നത്. നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജോലി ചെയ്യുക. ആ ജോലിയെ നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുവോ അതേപോലെ ആ ജോലി നമ്മളെയും ആഗ്രഹിക്കണം. നമ്മുടെ ജോലി കൊണ്ട് നമ്മുടെ കഴിവുകൾ വികസിക്കണം, ഒപ്പം തന്നെ നമ്മുടെ സമൂഹവും വികസിക്കണമെന്ന വലിയൊരു ആശയം നമുക്ക് തരുന്ന പ്രചോദിതമായ ലേഖനമാണ് KP കേശവമേനോൻ്റെ നിങ്ങളും നിങ്ങളുടെ ജോലിയും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.